പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യത്തിൽ വിമാനങ്ങളുടെ സർവീസുകൾ മുടങ്ങിയതോടെ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിനും വിമാന കമ്പനികൾക്കും കോടികളുടെ നഷ്ടം. 5 ദിവസങ്ങളായി വിദേശ രാജ്യങ്ങളിലേക്കുള്ള 62 സർവീസുകളാണ് മുടങ്ങിയത്. കഴിഞ്ഞ ശനിയാഴ്ച മുതലാണ് കണ്ണൂരിൽ നിന്ന് വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസ് നിർത്തിയത്. കണ്ണൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസ്, ഇൻഡിഗോ വിമാനങ്ങളാണ് ഗൾഫ് രാജ്യങ്ങളിലേക്ക് സർവീസ് നടത്തുന്നത്. അബുദാബി, ദുബായ്, ഷാർജ, റിയാദ്, മസ്കറ്റ്, ഫുജൈറ എന്നിവിടങ്ങളിലേക്കുള്ള സർവീസുകളാണ് റദ്ദാക്കിയത്. വിവിധയിടങ്ങളിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള സർവീസുകളും റദ്ദാക്കിയിരുന്നു. സർവീസുകൾ കൂട്ടത്തോടെ റദ്ദാക്കിയതോടെ യാത്രക്കാർ പ്രതിസന്ധിയിലായി. ബുധനാഴ്ച മസ്കറ്റിലേക്കുള്ള സർവീസ് നടത്തിയിരുന്നുവെങ്കിലും മറ്റു സ്ഥലങ്ങളിലേക്കുള്ള സർവീസ് ആരംഭിക്കുന്നതിന് ധാരണയായില്ല. കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്ന് ഗൾഫ് മേഖലയിലേക്ക് മാത്രമാണ് അന്താരാഷ്ട്ര സർവീസുകളുള്ളത്. ഇവ റദ്ദാക്കിയതോടെ ആഭ്യന്തര സർവീസുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. കണ്ണൂരിൽ നിന്നും തിരിച്ചുമുള്ള 62 സർവീസുകളാണ് മുടങ്ങിയത്. വിമാന സർവീസുകൾ മുടങ്ങിയതോടെ കണ്ണൂർ വിമാനത്താവളത്തിനും വിമാന കമ്പനികൾക്കും വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടായത്. ബുധനാഴ്ച വരെ കണ്ണൂർ വിമാനത്താവളത്തിന് മാത്രം 6 കോടിയോളം രൂപയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഒരു വിമാനം കണ്ണൂർ വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്ത് പാർക്കിംഗ് ചെയ്യുന്നതും യാത്രക്കാരുടെ എണ്ണം കണക്കാക്കിയും തിരികെ പോകുന്നത് വരെയുള്ള ചാർജ് നൽകണം. അടുത്ത ദിവസങ്ങളിൽ സർവീസ് പുനരാരംഭിച്ചില്ലെങ്കിൽ വീണ്ടും വരുമാനത്തിൽ കുറവുണ്ടാകും. വിമാനത്താവളത്തിന് പുറമെ വിമാന കമ്പനികൾക്കും വലിയ നഷ്ടമുണ്ടാകുക. വിദേശ രാജ്യങ്ങളിലേക്കുള്ള സർവീസാണ് വിമാനത്താവളത്തിനുള്ള നല്ല വരുമാനമുണ്ടാക്കുന്നത്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള സർവീസ് നിർത്തിയതിനാൽ തിരുവനന്തപുരം, ഹൈദരാബാദ്, ഡൽഹി, മുംബൈ, ബാംഗ്ലൂർ എന്നിവിടങ്ങളിലേക്കുള്ള മാത്രമാണ് ഇപ്പോൾ കണ്ണൂരിൽ നിന്ന് സർവീസ് നടത്തുന്നത്. ന്യൂസ് ബ്യൂറോ, മട്ടന്നൂർ.